പന്തളം. അനുദിനം ചൂട് വർദ്ധിച്ചു വരികയാണെന്നും സൂര്യതാപം ഏൽക്കാതെ സൂക്ഷിക്കണമെന്നും നിത്യവും ഇടതടവില്ലാതെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഇതൊന്നും വകവയ്ക്കാതെയുള്ള അലംഭാവം വരുത്തിവെക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഇനിയും ജനങ്ങൾ ബോധവാന്മാരല്ല. ഇതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്തളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ സംഭവിച്ചത്. സ്റ്റാൻഡിന്റെ വടക്കുഭാഗത്ത് മുട്ടാർ നീർച്ചാലിന്റെ തീരത്തോട് ചേർന്ന് കുന്നുകൂടിക്കിടന്ന മാലിന്യത്തിനാണ് തീപിടിച്ചത്. തുടക്കത്തിൽ ചപ്പുചവറുകൾ പുകഞ്ഞപ്പോൾ ആരും അത് കാര്യമാക്കിയില്ല. എന്നാൽ ഒരു തീപ്പൊരി വീണാൽ പച്ചപ്പുല്ലിന് പോലും തീപിടിക്കുന്ന കൊടും ചൂടിൽ മാലിന്യക്കൂന ആളിക്കത്തുകയായിരുന്നു. ചാലിന്റെ തീരത്ത് നിന്ന് സ്റ്റാൻഡിലേക്ക് തീ പടർന്നതോടെ പന്തികേട് മനസ്സിലാക്കിയ സ്റ്റാൻഡിലെ വ്യാപാരികളാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. അടൂരിൽ നിന്ന് സ്റ്റേഷൻ ഓഫീസർ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അഗ്നിശമന സേനയെത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. അലക്ഷ്യമായി നിക്ഷേപിച്ച മാലിന്യ കൂമ്പാരത്തിന് ആരെങ്കിലും തീ വെച്ചതാണോ അതോ ആരെങ്കിലും സിഗരറ്റ് കുറ്റി വലിച്ചെറിഞ്ഞതാണോ എന്ന് വ്യക്തമല്ല. തീ പടർന്നു പിടിച്ച ഭാഗത്ത് മീറ്ററുകളുടെ അകലത്തിൽ സ്വകാര്യ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും പാർക്ക് ചെയ്തിരുന്നതാണ് ആൾക്കാരെ ആശങ്കാകുലരാക്കിയത്. ഇവിടെയും പന്തളം ചന്തയിലും വേനൽക്കാലത്ത് തീപിടുത്തം പതിവാണ്. കാരണം പന്തളത്തും പരിസരത്തും കുന്നുകൂടി കിടക്കുന്ന മാലിന്യം സംസ്കരിക്കുന്നതിലെ കെടുകാര്യസ്ഥതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വരൾച്ച അതിരൂക്ഷമായി മാറുന്ന സാഹചര്യത്തിൽ ഒരു തീപ്പൊരി മതി ഒരു പ്രദേശം തന്നെ കത്തിയമർന്ന് നാമാവശേഷമാകാൻ. ഇതൊഴിവാക്കാൻ ബന്ധപ്പെട്ട നഗരസഭാധികൃതരും ജനങ്ങളും കൂടുതൽ ജാഗ്രത പുലർത്തണം. ന്യൂസ് ബ്യൂറോ, പന്തളം.